തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ്, നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRT സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് LDF മേയർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ്, ഇതാണ് ത്രികക്ഷി കരാർ, ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത്. നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം. നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടിയിൽ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്ന നഗരസഭ ഉറപ്പുവരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ 2024 സെപ്റ്റംബർ 7 ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ